ഭയങ്കര സന്തോഷം. അപ്പൊ ഏതായാലും ബിഗ് ബോസിൽ പോയതിനു ശേഷം നാട്ടുകാരെല്ലാരും കൂടെ രണ്ടു വഴിക്കാക്കിയ നിങ്ങളെ രണ്ടുപേരെയും നമ്മളൊന്ന് ഒന്നിപ്പിക്കട്ടെ. ഒന്നിപ്പിച്ച് ഡൈവേഴ്സ് കഴിഞ്ഞിട്ട് വരണം. അതല്ലെങ്കിൽ ഇച്ചിരി മാറിയിരിക്കുന്നത്. 2 ഡിവോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ബാക്ക്ഗ്രൗണ്ടില് പക്ഷേ വീണയ്ക്ക് മാല ഇടും, അതിന് മുന്നേ ഇങ്ങോട്ട് ഇട്ടോ. ഭർത്താവിനെ കുറിച്ച് നല്ല ഓക്കെ മറ്റേ കളിക്കല്ലടോ മനുഷ്യ. ഓക്കെ അവൻ രണ്ടും നല്ല പ്രത്യേക കിട്ടും, കറക്റ്റ് ഒക്കെ കിട്ടും. പൊളി പൊളി. ഓക്കെ ഇല്ല കുറച്ച് ഇവനെപ്പോ ഊരൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു വെറൈറ്റിയിൽ ഇരിക്കട്ടെ. നിങ്ങൾ എത്ര ഇന്റർവ്യൂവിന് പോകാനുള്ളതാ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കട്ടെ. എന്തായാലും അങ്ങനെ കുറെ പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് ഒന്നുമില്ല. മൂന്നാം കല്യാണം, രണ്ടാം കല്യാണം ഇന്നത്തെ മൂന്നാം കല്യാണം, രണ്ടാം കല്യാണം അല്ല, ഓരോ എപ്പിസോഡിൽ ഓരോ കല്യാണങ്ങളാണല്ലോ. അങ്ങനെ ഇപ്പൊ ഇത് ഭയങ്കര അടിപൊളിയായിട്ടോ. എന്തായാലും സന്തോഷം അല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഇവനും വേണ്ട ഒരു ബിഗ് ബോസിലേക്ക് പോയ ഒരു ഫീൽ കിട്ടിയില്ലേ? അയ്യോ, ഞാൻ എന്റെ ശരീരം ഞാൻ പുറത്താണ്, എന്റെ മനസ്സ് മൊത്തം അവിടെ അതിനകത്താവുന്നു. ബിഗ് ബോസിലാവുന്നു. തുടക്കം ഡേ 1 തൊട്ട് ഈ 56 ഡേ വരെ ഫുൾ ടൈം എന്റെ ചെവിയില് ഇതുണ്ടാവും. ആണോ? അറ്റ്ലീസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വിഷ്വൽ കാണാൻ പറ്റിയിട്ടില്ലും ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഇരിക്കും. ഡെഡിക്കേറ്റഡ് ആയ ഒരു ഭർത്താവ്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ആയിരിക്കും കാണുക? അതെനിക്ക് എന്തായാലും ഉറപ്പാണ്. ഇവൻ എന്തായാലും കാണും, വാച്ച് ചെയ്യുന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ രാത്രിക്കൊക്കെ പിന്നെ എനിക്ക് തോന്നി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ളപ്പം ഇവനും ഒരു ടൈം പാസ് ആണ്, എന്തായാലും കണ്ടോണ്ടിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും ടെൻഷൻ ഇവൻ, ഞാൻ ഫിസിക്കൽ ടാസ്കില് ഞാൻ അവിടെ നിന്നും പറഞ്ഞു, ഫിസിക്കൽ ടാസ്കിൽ എന്റെ ദേഹത്ത് എന്തെങ്കിലും പരിക്ക് പറ്റുമ്പോഴായിരിക്കും ഇവൻ ഏറ്റവും കൂടുതൽ വിഷമിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് തന്നെ വിഷമിച്ചായിരുന്നോ? സത്യത്തിൽ ഞാൻ അവരൊന്ന് വിളിച്ചു പറഞ്ഞു, എന്റെ ചേട്ടാ എനിക്ക് ആളെ തിരിച്ചിങ്ങനെ എങ്ങനെയെങ്കിലും ഇങ്ങനെ കൊടുത്തു, ഇങ്ങനെ തന്നെ അതൊക്കെ തന്ന പോലെ തന്നെ തിരിച്ചിങ്ങനെ വിടും കേട്ടോ, ഒരു രക്ഷയില്ല, ഇങ്ങനൊന്നും ടാസ്ക് കൊടുക്കലെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവര് ചെറിയൊരു ബോക്സ് ഒക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ലിബറലാക്കി പോലെ തോന്നി. അപ്പൊ ചെറിയൊരു സംസാരിച്ചത് അത്യാവശ്യം ചൂടി തന്നെ സംസാരിച്ചു. നിങ്ങൾ എന്തിട്ട് പണി അല്ല, അത് കുറച്ച് ഓവറായിരുന്നല്ലോ ഫസ്റ്റ് ആ ബ്രിക്ക് ടാസ്ക് ഒക്കെ. ബാക്കിയുള്ള മല്ലന്മാര് കൂടെ ഈ ചെറിയ ചെറിയ പിള്ളേർ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ മാന്യമായി പറഞ്ഞു, മാന്യമല്ലാതെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് ഒതുക്കി ചെറിയ കുറച്ചൊന്ന് സെറ്റിലാക്കി കൊടുക്കും. ഇത്രയും കട്ടായിട്ടുള്ള എത്ര ഇങ്ങനത്തെ ബലമായിട്ടും ഈ പറഞ്ഞ പോലെ ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിന് മാത്രമുള്ള ഒരു സാധനമൊന്നും ഇല്ലല്ലോ. അത്ര ബാക്കിയുള്ള അത്രയും മല്ലന്മാരായിട്ടുള്ള ചേക്കന്മാരൊക്കെ അല്ലേ.